ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മുടെ 7th CBSE പൊളിറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെയുള്ള ലൈഫ് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പൊളിറ്റിക്സ് ഒക്കെ ആൺകുട്ടികൾക്കും ഗേൾസിനൊക്കെ ഗേൾസ് ഇങ്ങനെ ചെയ്യണം, ബോയ്സ് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് സ്കൂൾസ്, അങ്ങനത്തെ ഓരോരോ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രോയിങ് അപ്പ് മെയിൽ ഇൻ മധ്യപ്രദേശ് ഇൻ 1960s. ഇന്നത്തെ കാലത്ത് ഓക്കെ, ഇന്ന് നമുക്ക് ഗേൾസും ബോയ്സ് ആയാലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അന്ന് 1960s എന്തുണ്ടായെന്ന് പറയുന്നത് അവിടെ ഒരുപാട് മാറ്റങ്ങൾ. വളരെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, വളരെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് സ്കൂൾസ് ആയിരുന്നു കേട്ടോ. അതായത് ഒരേപോലത്തെ അല്ല, സെപ്പറേറ്റ് ആയിട്ട് ബോയ്സിന് വേറെ ഗേൾസിന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് സ്കൂൾസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദ ഗേൾസ് സ്കൂൾ വാസ് ഡിസൈൻ വെരി ഡിഫറെൻ്റ്ലി ഫ്രം ബോയ്സ് സ്കൂൾ. ഗേൾസിൻ്റെ സ്കൂൾ ബോയ്സിനെ സ്കൂൾ സംബന്ധിച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം ഗേൾസിന് കുറച്ചുകൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോയ്സിന് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ദേ ഹാഡ് എ സെൻട്രൽ കോർട്ട്യാർഡ് വേർ ദേ പ്ലേഡ് ടോട്ടൽ സെക്ലൂഷൻ ആൻഡ് സേഫ്റ്റി ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അവർക്ക് ഗേൾസിന് പ്രത്യേകമായിട്ട് കോർട്ട്യാർഡ് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവർക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബോയ്സ് സ്കൂൾ ഹാസ് നോ സച്ച് കോർട്ട്യാർഡ്. അതായത് കോർട്ട്യാർഡ് അവർക്കില്ല. ബോയ്സിന് പ്രത്യേകമായിട്ട് കളിസ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്കൂളിനോട് ചേർന്നുള്ളൊരു വലിയൊരു സ്പേസ്, അത്രയുള്ളൂ അവരുടെ കളിക്കാനുള്ള ആ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായിട്ടൊരു കളിസ്ഥലമുണ്ട്. പക്ഷെ ബോയ്സിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഇല്ലായിരുന്നു. സ്കൂളിനോട് ചേർന്നുള്ള ചെറിയൊരു വലിയൊരു സ്ഥലത്തായിരുന്നത് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ പറയുകയാണെങ്കിൽ എവറി ഈവനിങ്, എല്ലാ ദിവസവും വൈകുന്നേരം ആയാൽ വൺ സ്കൂൾ വാസ് ഓവർ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ദ ബോയ്സ് വാച്ച്ഡ് ദ 100 ഓഫ് സ്കൂൾ ഗേൾസ് ക്രൗഡഡ് ദ നാരോ സ്ട്രീറ്റ്. ആ ഒരു വലിയൊരു സ്ട്രീറ്റിലൂടെ ഒരുപാട് 100 കണക്കിന് പെൺകുട്ടികൾ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. ഓക്കെ, ഇവരെ സംബന്ധിച്ച് അത് അത്ഭുതമാണ് കേട്ടോ. നോക്കാം. ആസ് ദീസ് ഗേൾസ് വാക്ക്ഡ് ഓൺ ദ സ്ട്രീറ്റ് ദേ ലുക്ക്ഡ് സോ പർപ്പസ്ഫുൾ. ഇവർക്ക് അത്ഭുതമാണ്, ഇങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവർ നോക്കിക്കും. കാരണം ഗേൾസ് ടീമായിട്ടാണ് പോവുക, കൂട്ടം കൂടിയാണ് പോവുക. പക്ഷെ ബോയ്സിനെ സംബന്ധിച്ച് അവർ സ്ട്രീറ്റ് യൂസ് ചെയ്യുന്ന സൈക്കിൾ ഓടിക്കാനും കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരവിടെ സ്ട്രീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോയ്സ് ഹൂ യൂസ് സ്ട്രീറ്റ് ഹാസ് പ്ലേസ് ടു സ്റ്റാൻഡ് അറൗണ്ട് ഇറ്റ്ലിംഗ് ടു പ്ലേ ടു ട്രൈ ഔട്ട് ട്രിക്സ് വിത്ത് ദെയർ ബൈസിക്കിൾസ്. അവർക്ക് കളിക്കാനും പ്ലേ ചെയ്യാനും ബൈസിക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബേസിക്കലി സ്ട്രീറ്റ് റോഡുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഗേൾസ് കൂട്ടം കൂട്ടായിട്ടാണ് പോവുക. അതെന്തുകൊണ്ടറിയോ? അവർക്ക് പേടിയാണ്. കാരണം അവരെ ആരെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ട്? ഗേൾസിനുണ്ട്. ഗേൾസ് സ്ട്രേറ്റ് ഹോം, അവർ വീട്ടിലേക്ക് നേരെ പോവും. ഫിയർ ബീങ് ടു ടീസ്ഡ് ഓർ അറ്റാക്ക്ഡ്, അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ മധ്യപ്രദേശിൽ ആ ഗേൾസിനെയും ബോയ്സിനെയും തമ്മിൽ വേർതിരിച്ച് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് യെസ്, ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് മിസ് ഇനിയും വരുന്നതാണ്. ബൈ.